ഹലോ! ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദിൻ്റെ സംസാരങ്ങളും രഞ്ജുവിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളും കേട്ടിട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടിയിട്ട് നിൽക്കുകയാണ്. രാധികയും വരുണും അടക്കം എല്ലാവരും ഒരുപോലെ ഷോക്കായിരിക്കുകയാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, അപ്ലാസ്റ്റിക് അനീമിയ, ശരീരം വേണ്ടത്ര പുതിയ ബ്ലഡ് സെൽസ് നിർമ്മിക്കാത്ത അവസ്ഥ, അപൂർവങ്ങളിൽ അപൂർവമായ രോഗാവസ്ഥ. വർഷങ്ങളായി അവളതിന് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുക. ഗീതു ശരിക്കും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അപ്പം അതുപോലെ തന്നെയാണ് രേഖയും ചോദിക്കുന്നത്, ആ കുട്ടിയെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ലല്ലോ. അത് കേട്ടിട്ട് കാഞ്ചന രേഖയെ നോക്കിക്കൊണ്ട് വിചാരിക്കുകയാണ്, തിമിറും സില്ലറയല്ലേ. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് ഗോവിന്ദിനോട്, സ്വന്തം കണ്ടീഷനെക്കുറിച്ച് രഞ്ജുവിന് അറിയോ? ഇല്ലെന്ന് തലയാട്ടിക്കൊണ്ട് വിഷമത്തോടു കൂടി ഗോവിന്ദ് പറയുന്നുണ്ട്, അനീമിയക് ആണെന്ന് മാത്രമേ അവൾക്ക് അറിയുള്ളൂ. രോഗത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അവൾക്കറിയില്ല. അപ്പോൾ ഗീതുവിൻ്റെ നെഞ്ച് പൊടിയുന്ന സങ്കടം ഉണ്ടാവുകയാണ് രഞ്ജുവിനെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കഴിക്കുന്ന മരുന്നുകൾ അനീമിയയുടേതാണെന്നാണ് അവളുടെ ധാരണ. ഉള്ളു നുറുങ്ങുന്ന വേദനയോട് കൂടിയാണ് ഗോവിന്ദ് പറയുന്നത്. ഇടയ്ക്ക് ബ്ലഡ് കയറ്റുമ്പോൾ അത് അനീമിയക്കാണെന്നുള്ളതാണ് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത്. ഗീതുവിനെ നെഞ്ചിങ്ങനെ വലിഞ്ഞ് മുറുകുന്നത് പോലെ തോന്നുകയാണ്. അപ്പം രാധികയും ചോദിക്കുന്നുണ്ട്, അസുഖം എന്താണെന്നുള്ളത് അവളോട് ആരും പറയാത്തത് എന്താ? അപ്പോൾ ഗോവിന്ദ് അമ്മക്ക് നേരെ തിരിഞ്ഞിട്ട് പറയാണ്, ഈ രോഗം പേഷ്യൻ്റ് അറിയാതിരിക്കുന്നതാണ് നല്ലത്. ജീവിതത്തിൽ നിരാശ ബാധിച്ചാൽ രോഗം ശരീരത്തെ കീഴടക്കും, അതവളുടെ ആയുസ് കുറക്കും. അതൊക്കെ കേൾക്കുന്ന സമയത്ത് രേഖയ്ക്കും സഹിക്കാൻ പറ്റാത്ത സങ്കടം തോന്നുകയാണ്. പാവം കുട്ടി, എല്ലാ പെൺകുട്ടികളെയും പോലെ അവളും ഒരു കുടുംബജീവിതമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അവൾക്ക് ജീവിതം കൊടുക്കുമോ? അപ്പോൾ രേഖയുടെയും ഗീതുവിൻ്റെ ഒക്കെ മുഖത്ത് സങ്കടം നിറയുകയാണ്. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല. അതിനുശേഷം വാശിയോടുകൂടി അല്ലെ ദേഷ്യത്തോടു കൂടി ഗീതുവിന് അരികിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ അവളോട് വാശിയും വൈരാഗ്യവും കാണിക്കണോ? അപ്പം വിഷമത്തോടു കൂടി തന്നെ ഗീതു പറയുന്നുണ്ട്, വേണ്ട, ഇതെല്ലാം അറിഞ്ഞിട്ടും അവളെ ചേർത്ത് പിടിക്കാനുള്ള കണ്ണേട്ടൻ്റെ തീരുമാനം തന്നെയാണ് ഉചിതമായത്. ഗീതുവിൻ്റെ ആ മറുപടി കൂടി കേൾക്കുന്ന സമയത്ത് രാധികയും വരുണും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പോൾ സങ്കടത്തോടു കൂടി തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഡോക്ടർ മുരളീകൃഷ്ണയിൽ നിന്നും രഞ്ജുവിൻ്റെ അവസ്ഥ അറിഞ്ഞ ഞാൻ ആകെ തകർന്നുപോയി. എന്നിട്ടും അതൊന്നും പുറത്തു കാണിക്കാതെ ഞാനും ഡോക്ടറും ചേർന്ന് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. അവൾ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുചെന്ന് ആക്കിയിട്ടാണ് അന്ന് ഞാൻ മടങ്ങിയത്. അപ്പോൾ ഗീതു അടക്കം എല്ലാവരും ആ ഒരു ദിവസം ആലോചിക്കുകയാണ്, അന്ന് ഓഫീസിൽ വെച്ചിട്ട് രഞ്ജു പ്രശ്നം ഉണ്ടാക്കിയ ദിവസങ്ങൾ. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട്, പിന്നീട് ഞാൻ അവളെ കാണുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് റെസ്റ്റോറൻറ്റിൽ വെച്ചാണ്. ആദ്യത്തെ ബർത്ത്ഡേ വിഷ് അവളുടെ വകയായിരുന്നു. അപ്പോൾ അന്നത്തെ ആ ഒരു സംഭവം ഗീതു ആലോചിക്കുകയാണ്, അതിൻ്റെ പേരിൽ എത്രത്തോളം താൻ വിഷമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആലോചിച്ചിട്ട്. അതിനുശേഷം ഗോവിന്ദ് ഗീതുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അവളുടെ രോഗത്തെക്കുറിച്ച് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അന്ന് നിന്നെ തനിച്ചാക്കിയിട്ട് പോയത്, അല്ലാതെ നിന്നെ ഇൻസൾട്ട് ചെയ്തതല്ല. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ഗീതുവും പറയാണ്, എനിക്ക് മനസ്സിലായി, എല്ലാം എൻ്റെ പിഴയാ, എൻ്റെ മാത്രം പിഴ. കരഞ്ഞുകൊണ്ട് ഗീതു പറയുന്ന സമയത്ത് ഗോവിന്ദ് വിലക്കുകയാണ്, അല്ല, ഇതൊക്കെ നമ്മുടെ മനുഷ്യരുടെ മാത്രം പിഴവുകളല്ല, ദൈവം വരുത്തുന്ന പിഴവുകൾ, വലിയ വലിയ പിഴവുകൾ. ഗോവിന്ദിൻ്റെ ശബ്ദമൊക്കെ ശരിക്കും ഇടറുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, അന്ന് എന്താ അവിടെ നടന്നതെന്ന് നിനക്കറിയോ? ഗീതു ഗോവിന്ദിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്, അറിയില്ല എന്നൊരർത്ഥത്തിൽ. ആ സമയത്ത് അവിടെ അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഗോവിന്ദ് ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്. അതിനുശേഷം അതൊക്കെ ഗീതുവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഓർത്തുകൊണ്ട്. അന്ന് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രഞ്ജുവിൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വന്നതും അപ്പം ഗോവിന്ദ് പെട്ടെന്ന് പാനിക്കായതും, അതുപോലെ തന്നെ രഞ്ജുവിനോട് ഒരുപാട് തവണ ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജു ആ സമയത്തൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമാക്കാതെ നിൽക്കുകയായിരുന്നു. പക്ഷെ അവസാനം രഞ്ജുവിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായപ്പോഴാണ് ഗോവിന്ദ് അന്ന് ഗീതുവിനെ പോലും മൈൻഡ് വെക്കാതെ രഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് അവിടുത്തെ പോയത്. ഗീതു ആ സമയത്ത് അത് തന്നെയായിരുന്നു ഓർമ്മിക്കുന്നത്. അന്ന് ഒരുപാട് ഗോവിന്ദിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇതൊക്കെ കേൾക്കുന്ന, ഈ കഥകളൊക്കെ കേൾക്കുന്ന എല്ലാവരുടെയും മുഖത്ത് ആ ഒരു ഭാവങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഗോവിന്ദ് ഓർത്തുകൊണ്ട് തന്നെ പറയാണ്, അന്ന് ഗീതുവിനെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഞാൻ അന്ന് ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് രഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോയി. അതിനുശേഷം ഗീതുവിന് അരികിലായിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, ഗീതു ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷെ വേറെ വഴിയില്ലായിരുന്നു. രഞ്ജുവിൻ്റെ രോഗത്തെക്കുറിച്ച് എനിക്ക് അവളുടെ മുന്നിൽ വെച്ച് പറയാനും പറ്റില്ലായിരുന്നു. അത് കേൾക്കുന്ന സമയത്ത് ഗോവിന്ദിനോട് കുറച്ചുകൂടി ബഹുമാനവും സ്നേഹവും കൂടുകയാണ് ഗീതുവിന്. ഗീതു പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് എൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മനസ്സിലാവുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. ഗോവിന്ദേട്ടനെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുകയാണ് ഇപ്പോൾ. അന്നും രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കാണിച്ചു. ഇപ്പോൾ അവൾക്ക് കൂടുതലായിട്ട് കെയർ കിട്ടേണ്ട അവസ്ഥയാണെന്നാണ് ഡോക്ടർ എന്നോട് പറയുന്നത്. അവിടെ കൂടി നിന്ന എല്ലാവരുടെയും മുഖത്ത് ഓരോരോ ഭാവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രേഖയ്ക്ക് സങ്കടമാണെങ്കിൽ രാധികയ്ക്കും വരുണും എന്തൊരു കഷ്ട എന്നൊക്കെ ഉള്ളൊരവസ്ഥ. അതേപോലെ തന്നെ ഗോവിന്ദിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് രാധികയെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗോവിന്ദ് പതറിക്കൊണ്ട് പറയാണ്, അവളുടെ ഫാമിലിയുമായിട്ട് അകൽച്ചയിലാണെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്.
അവൾക്ക് കൂടുതലായിട്ട് കെയർ കിട്ടാനും നമ്മളോടൊക്കെ അടുത്തിടപഴകി അവളുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരാനുമാ ഞാൻ അന്ന് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. പക്ഷേ ആ പരീക്ഷണം പാളിപ്പോയി. അവളിവിടെ നേരിട്ടത് കടുത്ത മത്സരമായിരുന്നു. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗീതുവിന് വല്ലാത്ത കുറ്റബോധമൊക്കെ തോന്നുവാണ്. അപ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട്, என்ன മത്സരം മാമാ ഇങ്ങ വന്നതുക്കപ്പുറം രഞ്ജു പാപ്പ ரொம்ப ജോളിയായി ഇരുന്നത്. അപ്പോൾ ഗോവിന്ദ് ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എന്ത് ജോളി, വന്ന ദിവസം തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ബർത്ത്ഡേ ഫംഗ്ഷനിൽ അവൾ പാടാൻ നിർബന്ധിച്ചിട്ട് ഞാൻ പാടിയപ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും അത് കല്ലുകടിയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ഗീതുവിനും രാധികയ്ക്കും ഒക്കെ കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പം ഗോവിന്ദ് തുറന്നു പറയുകയാണ്, ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നുമില്ല. ഇന്ന് വരെ എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അതിനു മുമ്പ് എൻ്റെ ജീവൻ ഈ ലോകത്ത് നിന്നും വിട്ടു പോയിരിക്കും. ഗീതുവിനത് കേൾക്കുന്ന സമയത്ത് ഷോക്ക് ഉണ്ടാവുകയാണ്. അതിനേക്കാളേറെ രാധികയ്ക്ക്. രാധിക എഴുന്നേറ്റ് നിന്ന് ദേഷ്യത്തോടെ വിളിക്കുന്നുണ്ട്, കണ്ണാ. അപ്പം അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, നിങ്ങൾ കരുതിയത് ശരിയാ. അന്ന് ആ ഫംഗ്ഷനിൽ ഞാൻ പാടിയത് അവൾക്ക് വേണ്ടി മാത്രമാണ്. ഗീതു അടക്കം എല്ലാവരും നൃത്തം ചെയ്തത് അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അന്നത്തെ ആ ഒരു ഇൻസിഡൻസ് ആണ് എല്ലാവരുടെയും മനസ്സിൽ ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അന്നത്തെ ആ നൃത്തത്തിനിടയിൽ പോലും പക്ഷെ അവളുടെ രോഗം വിശ്വരൂപം കാണിച്ചു. അത് ഗീതുവിനടക്കം രാധികയ്ക്കും രേഖയ്ക്കും ഒക്കെ ഒരു പുതിയ അറിവായിരുന്നു. കാരണം അന്ന് അവരുടെ കൂടെ നിന്നിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന രഞ്ജുവിൽ അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു എന്നുള്ളത് അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഗീതുവിൻ്റെ മനസ്സിലൊക്കെ വരുന്നത് അന്നത്തെ ആ ഒരു പാട്ട് സീൻ തന്നെയാണ്. അന്ന് അവസാന ഘട്ടമായപ്പോഴേക്കും രഞ്ജു ഏകദേശം തലകറങ്ങിയിട്ട് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് രഞ്ജു അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ആ നൃത്തത്തിൽ അന്ന് ഗീതു ജയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രഞ്ജു പോയതിന് പിന്നാലെ തന്നെ ഗോവിന്ദും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഗീതു വിജയിച്ചപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്ന സമയത്ത് ഗോവിന്ദ് അന്ന് രഞ്ജുവിൻ്റെ പിന്നാലെ പോയിട്ട് രഞ്ജു അവിടെ തളർന്നിട്ട് ചുവര് പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പം രഞ്ജുവിന് അരികിലേക്ക് പോയിട്ട് ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്താ ഗോവിന്ദേട്ടാ, എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ ശരീരം തളരുന്ന പോലെ തോന്നുക, ഞാനിപ്പോൾ വീഴും. അപ്പോഴൊക്കെ ഗോവിന്ദ് രഞ്ജുവിനെ പിടിച്ച് താങ്ങി പിടിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു അന്ന് ഗീതു കണ്ടിട്ടുണ്ടായിരുന്ന കാഴ്ചകൾ. അതായത് രഞ്ജുവിന് പിന്നാലെ പോയിട്ട് രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഗോവിന്ദിനെയായിരുന്നു അന്ന് ഗീതു കണ്ട് സംശയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രഞ്ജു അന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് എന്താ ഗോവിന്ദേട്ടാ, എനിക്ക് പറ, എനിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, പറ, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ തളർന്നു പോകുന്നത്. അപ്പം പതറിക്കൊണ്ട് തന്നെ അന്ന് രഞ്ജുവിനോട് ഗോവിന്ദ് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഒരു കുഴപ്പമില്ല, നീ വാ, കുറച്ചു നേരം റെസ്റ്റ് ചെയ്താൽ ഈ ക്ഷീണമൊക്കെ മാറും. എന്നിട്ടാണ് അന്ന് രഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് ആ മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ഗോവിന്ദ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്ന രഞ്ജുവിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അത് കണ്ട ഗോവിന്ദ് അലമാരയിൽ നിന്ന് ടവലെടുത്തിട്ട് ആ ബ്ലഡ് തുടക്കുകയാണ്. അപ്പോൾ രഞ്ജു സങ്കടത്തോടെയും ടെൻഷനോടെ ആദ്യോടെയൊക്കെ കൂടെ ചോദിക്കുന്നുണ്ട്, ഗോവിന്ദേട്ടൻ എന്നോട് കള്ളം പറയുക, എനിക്കെന്തോ അസുഖമുണ്ട്, അന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞേ. അപ്പോൾ ഗോവിന്ദ് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പേടിക്കേണ്ട ഒരു കുഴപ്പവും നിനക്കില്ല രഞ്ജു, ഒരാഴ്ച ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി റെസ്റ്റ് എടുത്താൽ തീരുന്ന പ്രശ്നങ്ങളെ നിനക്കുള്ളൂ. അപ്പോൾ രഞ്ജു നിഷേധിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അല്ല, എനിക്കെന്തോ കാര്യമായ അസുഖമുണ്ട്, അനീമിക് ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മോണയിൽ നിന്നും ബ്ലഡ് വരുന്നതെന്നും തല ചുറ്റുന്നതെന്നും പറയുന്നതൊക്കെ വെറുതെയാ, സത്യം പറ, ഡോക്ടർ എന്താ പറഞ്ഞേ. അപ്പം ഗോവിന്ദ് ടെൻഷനോട് കൂടി തന്നെ പറയാണ്, നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ. അപ്പം രഞ്ജു ചോദിക്കുന്നുണ്ട്, എൻ്റെ രോഗം സീരിയസ് ആണോ. അപ്പോൾ ഗോവിന്ദ് പതറിപ്പോവുകയാണ്. അപ്പം രഞ്ജു ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഗോവിന്ദേട്ടൻ എന്നോട് കാണിക്കുന്ന കരുതലും സ്നേഹവും കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. മരണത്തിന് കാരണമാവുന്ന എന്തെങ്കിലും അസുഖമാണോ എനിക്ക്, സംശയത്തോടു കൂടി രഞ്ജു ചോദിക്കുന്നുണ്ട്. ഗോവിന്ദിന് രഞ്ജുവിനെ ഫേസ് ചെയ്യാൻ തന്നെ ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ തല വെട്ടിച്ചും രഞ്ജുവിന് മുഖം കൊടുക്കാതെയൊക്കെയാണ് ഗോവിന്ദ് സംസാരിക്കുന്നത്. ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു, നീ കുഴപ്പമുണ്ടെന്ന് പറയുന്നു. പതറിക്കൊണ്ട് തന്നെയാണ് ഗോവിന്ദ് സംസാരിക്കുന്നത്. ഞാൻ ഇനി എന്ത് പറഞ്ഞാൽ നിന്നെ വിശ്വസിപ്പിക്കേണ്ടത്. അപ്പം രഞ്ജു സങ്കടത്തോടെ ചോദിക്കുകയാണ്, പിന്നെ എന്താ നൃത്തത്തിൽ ഞാൻ ഗീതുവിന് മുമ്പിൽ തോറ്റുപോയത്. അപ്പോൾ ഗോവിന്ദ് കുറച്ചൊരു ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഓ ഇപ്പം അതാണോ പ്രശ്നം. അപ്പോൾ രഞ്ജു സങ്കടത്തോടെ പറയുന്നുണ്ട്, വേദിയിൽ നിർത്താതെ 2 മണിക്കൂറോളം ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ കുഴഞ്ഞു വീഴണമെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട്. കരഞ്ഞുകൊണ്ടാണ് പിന്നെ രഞ്ജു സംസാരിക്കുന്നത്. ഗോവിന്ദേട്ടൻ പറ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് അവർക്ക് മുമ്പിൽ കുഴഞ്ഞു വീഴാറായത്. ഗോവിന്ദിന് ശരിക്കും രഞ്ജുവിനെ ഫേസ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല. കരഞ്ഞുകൊണ്ട് തന്നെയാണ് രഞ്ജു സംസാരിക്കുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് തോറ്റുപോയത്. ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയേണ്ടതെന്ന് അറിയാതെ ഗോവിന്ദ് ഇങ്ങനെ പതറി നിൽക്കുകയാണ്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗീതു ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അന്ന് താൻ കേട്ട കാര്യങ്ങളൊന്നുമല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഓർത്തിട്ടുള്ള ആ ഒരു സങ്കടത്തിലായിരുന്നു ഗീതു നിൽക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, അന്ന് അവളെ ആശ്വസിപ്പിക്കാനും അവൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് അവളെ ബോധ്യപ്പെടുത്താനും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കള്ളം പറയുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് മാറുന്നത് അവൾ അറിയാതിരിക്കാനായി ഞാൻ ഒരുപാട് പാടുപെട്ടു. അപ്പോഴേക്കും ഗീതു ഏകദേശം ഈ കഥകൾ മൊത്തം കേട്ടിട്ട് ഗീതു തളർന്നു പോയിട്ടുണ്ടായിരുന്നു.
കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഗീതു പറയുന്നത്, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ കണ്ണേട്ടാ, അറിഞ്ഞിരുന്നെങ്കിൽ രഞ്ജുവിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു കൊടുത്തേനെ. അപ്പോൾ ഗോവിന്ദ് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ആരും ആർക്കും മുമ്പിലും തോറ്റു കൊടുക്കുകയൊന്നും വേണ്ട, അവളെ വെട്ടി വീഴ്ത്താതിരിക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. അപ്പം ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടു കൂടിയാണ് ഗോവിന്ദ് പറയുന്നത്, അനുവാദം ചോദിക്കാതെ നമുക്കിടയിലേക്ക് വന്ന അവൾ ആരോടും യാത്ര പോലും ചോദിക്കാതെ നമുക്കിടയിൽ നിന്നും പോയിക്കോളുന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഗീതു. അന്ന് പറഞ്ഞ ആ വാക്കുകൾക്ക് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് എന്നുള്ളത് ഗീതുവിനെ ഒന്നുകൂടെ വിഷമിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു വേദന പോലും അറിയാതെ ഒരുറക്കത്തിൽ ഈശ്വരൻ അവളെ അങ്ങ് കൊണ്ടുപോകണേന്നാ. അപ്പോൾ കണ്ണീരോടുകൂടി തന്നെ ഗീതു നിഷേധിക്കുകയാണ്, പാടില്ല എന്നുള്ള അർത്ഥത്തിൽ. ഇതൊക്കെ കേൾക്കുന്ന സമയത്തും രാധികയ്ക്കും വരുണും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ രേഖയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഗീതു ആണെങ്കിൽ സ്തബ്ധയായിട്ടാണ് നിൽക്കുന്നത്. അതിനുശേഷം ഗോവിന്ദ് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് സമാധാനത്തോടെ അവൾ ഈ ഭൂമി വിട്ടു പോയിക്കോട്ടെ. അതിന് നിങ്ങളെല്ലാവരും അവളെ അനുവദിക്കണം. ഇതൊരു അപേക്ഷയാണ്. കൂപ്പുകൈയോടുകൂടിയാണ് ഗോവിന്ദ് പറയുന്നത്. ഗോവിന്ദിന് കരച്ചിൽ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് കണ്ണീരോടുകൂടി ഗീതു ഗോവിന്ദിനരികിലേക്ക് വരുന്നുണ്ട്. അപ്പം കരഞ്ഞുകൊണ്ട് തന്നെ ഗീതു പറയാണ്, കണ്ണേട്ടൻ ഞങ്ങളോട് കെഞ്ചരുത്, ഞങ്ങളെ അനുസരിപ്പിക്കണം. ഇത്രയും നന്മയുള്ളൊരു കാര്യമാണ് കണ്ണേട്ടൻ ചെയ്തിരുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. കണ്ണേട്ടൻ്റെ മുമ്പിൽ ഞങ്ങളാണ് കൈകൂപ്പേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദിന് മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് കരയാണ്. ഗോവിന്ദ് ഒന്നും സംസാരിക്കാൻ പറ്റാതെ ആകെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം കൈകൂപ്പിക്കൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് ഗീതു പറയുന്നുണ്ട്, അവളെ മുറിയിൽ പൂട്ടിയിട്ടത് ആരായാലും അവർക്ക് വേണ്ടി, ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ കണ്ണേട്ടനോട് മാപ്പ് ചോദിക്കുന്നു. ഗോവിന്ദ് തലതാഴ്ത്തുകയാണ്. പക്ഷെ രാധികയെ കിട്ടിയിട്ടാണ് കൊള്ളുന്നത്. കാരണം പൂട്ടിയിട്ടത് രാധികയായിരുന്നല്ലോ. എല്ലാവരുടെയും മുഖത്ത് സങ്കടം തന്നെയാണ്. അപ്പം ഗീതു വീണ്ടും പറയുന്നുണ്ട്, ആ മഹാപാപത്തിൻ്റെ പേരിൽ ഈ കുടുംബത്തിന് മേൽ ഒരു ശാപം വീഴാതിരിക്കട്ടെ. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ രേഖയും വന്നിട്ട് പറയുന്നുണ്ട്, ഞാനും രഞ്ജുവിനോട് മാപ്പ് ചോദിക്കാൻ തയ്യാറാ ഗോവിന്ദേട്ടാ. തിരിച്ചു വരുമ്പോൾ അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഞാനായിരിക്കും. എൻ്റെ സ്വന്തം സഹോദരിയെപ്പോലെ ഞാൻ അവളെ സ്നേഹിക്കും. അപ്പോൾ ഗോവിന്ദിൻ്റെ കണ്ണുകൾ നിറയാണ് രഞ്ജുവിനോടുള്ള അവരുടെയൊക്കെ ആ സ്നേഹം കാണുന്ന സമയത്ത്. അപ്പോൾ രാധികയെ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇത്രയും പ്രശ്നമാണെന്ന്, അസുഖമുണ്ടെന്ന് ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. കാഞ്ചന പറഞ്ഞത് അവൾക്ക് ഇരുട്ടിനോട് ഭയമായിരുന്നു എന്ന് മാത്രമാണ്. അപ്പോൾ ഗോവിന്ദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇരുട്ടും വാതിലടക്കുന്നതൊക്കെ അവൾക്ക് ഭയമാണ്. പക്ഷെ അത് അമ്മ പറഞ്ഞതുപോലെ നിക്ടോഫോബിയ കൊണ്ടല്ല. തലകറങ്ങിയോ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ മുറിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ആരും അറിയില്ലല്ലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗീതുവിന് വീണ്ടും കണ്ണ് നിറയുകയാണ്. അതുപോലെ തന്നെ രാധികയ്ക്കും വരുണിനൊക്കെ ചെയ്തത് തെറ്റായിപ്പോയോ എന്നൊരു തോന്നലും വരുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഗീതു പറയുന്നുണ്ട്, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് രഞ്ജു വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് തന്നെ ഗോവിന്ദും പറയാണ്, അതെ, ആ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ഈ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് രഞ്ജു തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുശേഷം എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയിട്ട് അവൾ ഇങ്ങോട്ട് തിരിച്ചു വരുമോ എനിക്കറിയില്ല. ഇനി വന്നാൽ ഈ പറഞ്ഞതെല്ലാം നിങ്ങളുടെയൊക്കെ മനസ്സിലേ ഉണ്ടാവാൻ പാടുള്ളൂ. അവളോടൊരക്ഷരം പോലും പറയാൻ പാടില്ല. അപ്പോൾ അതൊരു ഉറപ്പ് പോലെ എടുത്തുകൊണ്ട് ഗീതു പറയുന്നുണ്ട്, ഒരിക്കലും പറയില്ല കണ്ണേട്ടാ, പറയാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. ഗീതു ഗോവിന്ദിന് ഉറപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് കാഞ്ചനക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഇനി ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരുടെ സ്ഥാനം ഈ വീടിന് പടിക്ക് പുറത്തായിരിക്കും. അപ്പം കാഞ്ചന ഭയത്തോടു കൂടി പറയുന്നുണ്ട്, മാമൻ എതുക്ക് എന്നെ പാത്ത് സൊല്ലണോ, இந்த അസുഖത്തെ പറ്റി ഞാൻ ഒന്നും സൊല്ല മാട്ടെ. അത് പറഞ്ഞിട്ട് ഗോവിന്ദ് അവിടെ നിന്ന് തിരിച്ച് കയറി പോവുകയാണ്. അപ്പം ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാഞ്ചന ചോദിക്കുന്നുണ്ട്, എല്ലാം ശരിതാ, അന്ത പൊണ്ണ് മാമൻ യാർന്ന് സൊല്ലലേ. പക്ഷെ അതൊന്നും അറിയാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഗീതു ഉണ്ടായിരുന്നത്. ഗീതു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം രേഖ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, അതാരായാലും കാഞ്ചനക്ക് എന്താ, ഗോവിന്ദേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇനി നമ്മുടെ ഫാമിലി ഫ്രണ്ടാ, അത്ര തന്നെ, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചനയോട് ദേഷ്യത്തോടെ തട്ടിക്കയറുകയാണ്. അവർ രണ്ടുപേരും അവിടുന്ന് പോയതിന് പിന്നാലെ ഗീതു ഗോവിന്ദിൻ്റെ അരികിലേക്ക് മുകളിലേക്ക് പോവുകയാണ്. ഗീതു കൂടി അവിടുന്ന് പോയതിന് ശേഷം രാധിക വരുണിനോട് പറയുന്നുണ്ട്, വരുൺ, അവളുടെ അസുഖത്തെപ്പറ്റി പറയുന്ന സമയത്ത് കണ്ണൻ്റെ ഇമോഷൻ ശ്രദ്ധിച്ചോ? അത് കേട്ടപ്പം വരുണും പറയുന്നുണ്ട്, അവൾ ഗോവിന്ദേട്ടൻ്റെ വെറും ഫ്രണ്ടല്ല, അതുക്കും മേലെ. അപ്പം രാധികയും പറയാണ്, കൂട്ടുകെട്ട് ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ആലോചിക്കാവുന്നതാണ്. ഗീതു മുറിയിലെത്തുന്നതിന് മുന്നേ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നത് അന്ന് വിജയലക്ഷ്മിയോട് അവസാനമായിട്ട് പറഞ്ഞ വാക്കുകളാണ്. ശിവരഞ്ജിനി നിങ്ങളുടെ മോളല്ലേ, എന്നെ മകളെപ്പോലെ സ്നേഹിക്കുന്നതായി ഭാവിച്ച് ഒരു കോമാളിയാക്കി കളി കണ്ട് നിൽക്കുമായിരുന്നു അല്ലേ. അതിനൊന്നും മറുപടി പറയാതെ വിജയലക്ഷ്മി അന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഗീതു ചിന്തിക്കുന്നുണ്ട്, പാവ അമ്മ, എന്തൊക്കെയാണ് ഞാനന്ന് പറഞ്ഞു കൂട്ടിയത്. എൻ്റെ സ്ഥാനത്ത് സ്വന്തം മോളെ പ്രതിഷ്ഠിക്കാനാണ് ശ്രമമെന്ന് വരെ ഞാൻ പറഞ്ഞു. ഇത്രയും വേദന ഉള്ളിലടക്കിയാണ് ആ അമ്മ ജീവിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം.
അമ്മയോടുള്ള രഞ്ജുവിൻ്റെ എതിർപ്പുകൾ അവസാനിപ്പിച്ച് അവരെ ഒരുമിപ്പിക്കണം. അതാണ് അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ. ഗീതു കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ്. ഗീതു മുറിയിലേക്ക് വരുന്ന സമയത്ത് ഗോവിന്ദ് തലക്ക് കൈകൊടുത്ത് ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. ഗീതു മുറിയിലേക്ക് വന്നതൊന്നും ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗോവിന്ദിന് അരികിലേക്ക് പോയിട്ട് ഗീതു ചോദിക്കുന്നുണ്ട്, രഞ്ജു വിജയലക്ഷ്മി അമ്മയുടെ മകളാണെന്നറിഞ്ഞ രാധിക അമ്മയുടെ ശത്രുത കൂടും എന്നറിയാവുന്നത് കൊണ്ടല്ലേ അക്കാര്യം പറയാതിരുന്നത്? ഗോവിന്ദ് അതിന് മറുപടിയൊന്നും പറയാതെ തല ഉയർത്താതെ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.